ഇത് കഴിച്ചപ്പോൾ ഉണ്ടാക്കാൻ ഇത്ര ലേറ്റ് ആവണ്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അതും ഇതാ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. മുളകൊന്ന് ഒരു ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകരുത്, തീ കുറച്ച് വെച്ചാൽ മതി. അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി വെച്ചിട്ട് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒരു ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു തക്കാളി 2ആയിട്ട് മുറിച്ചതും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് തൊലി കളഞ്ഞിട്ട് അതും ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ കോരി മാറ്റി വെച്ചിട്ട് തക്കാളിയും ഇതുപോലെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആയി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരല്പം സവാളയും മല്ലിയില അരിഞ്ഞതും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ ഇതാ നമ്മുടെ സംഭവം റെഡി ആയിട്ടോ. നല്ല ചൂടുള്ള ചോറിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് കുഴച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ വേണ്ട. ചോറിലേക്കോ ചപ്പാത്തിയിലേക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.